ഇന്ന് റബ്ബറിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്ന ഒന്നാണ് ബാംബു കൃഷി എന്ന് പറഞ്ഞാൽ. റബ്ബറിന് എല്ലാ ചിലവും കഴിഞ്ഞ് നമ്മളൊരു വർഷം നോക്കിയാൽ കൂടി വന്നാൽ 10,000 രൂപയൊക്കെ നമുക്കിപ്പോൾ ലാഭമുള്ളൂ. ആ കണ്ടീഷനിലാണ് റബ്ബറിൻ്റെ പോക്ക്. അതേസമയം ബാംബു ലക്ഷക്കണക്കിന് രൂപയാണ് വർഷം നമുക്ക് ലാഭം കിട്ടുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കൃഷിയാണ് കേട്ടോ പറയാൻ പോണ. ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേക്കറിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ബാംബു കൃഷി, അതായത് മുളക്കൃഷി. നമ്മൾ സത്യത്തിൽ ഈ മുളക്കൃഷി എന്ന് നമ്മൾ അംഗീകരിക്കാത്തൊരു കൃഷിയാണ്, നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്തൊരു തരം കൃഷിയുമാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരുപാട് തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണ് ബാംബു. നമുക്കറിയാം, നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടാക്കുന്ന പൾപ്പ് മുതൽ ഫർണിച്ചർ, ഡോറ് മുതൽ പലതരം ഐറ്റംസും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ബാംബു എന്ന് പറഞ്ഞാൽ. ഈ ബാംബു കൃഷി ചെയ്യുന്നവർ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാംബു ഫാമിലാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഈ മുളയൊക്കെ വളർന്നു നിൽക്കുന്നത്. മുളക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കൊരു മുള നട്ട് ഒരു 5 വർഷമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് വെട്ടി വിറ്റ് തുടങ്ങാം. കൂടാതെ നമ്മൾ ഡെയിലി പോയി മുള നോക്കണ്ട, അതുകൂടാതെ തന്നെ മുളക്ക് പരിചരണം കൊടുക്കണ്ട, വളം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. മുള നമ്മൾ നട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന മുളകളില്ലേ, ഷൂട്ടുകൾ, അതിങ്ങനെ പുതിയത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അത് വെട്ടിക്കൊണ്ടേ ഇരുന്നാൽ മാത്രം മതി. ഞാൻ പലതരത്തിലുള്ള മുളകൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വെറൈറ്റി മുളകളുണ്ട്. ഈ മുളകളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിപണന സാധ്യത അല്ലെങ്കിൽ വിപണന കേന്ദ്രം ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഓപ്പണായിട്ടുണ്ട്. അതുകൊണ്ട് മുള നമ്മൾ കൃഷി ചെയ്തിട്ട് അവിടെ വിൽക്കും എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. അതിന് പറ്റിയ ഇഷ്ടംപോലെ ആളുകൾ, ഏജൻസികൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൂടാതെ തന്നെ മുള നട്ട് കൊടുക്കുന്ന, ഏക്കർ കണക്കിന് സ്ഥലത്ത് മുള നട്ട് കൊടുക്കുന്ന, പരിലാളിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഏജൻസികൾ, വ്യക്തികൾ ഒക്കെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹം കേരളത്തിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് തന്നെ ഇപ്പോൾ തന്നെ ഈ മുള കൃഷി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുള കൃഷി ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഒരു പരിശീലനം തരും. അങ്ങനെയുള്ള ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം.